ഹലോ. വിജയിയാവുന്നത് പോലെ തന്നെ പ്രധാനമാണ് ആ വിജയം നിങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നത്. പലർക്കും പെട്ടെന്നുണ്ടാകുന്ന ഫെയിം, അതല്ലെങ്കിൽ ഒരു യങ് ഏജിൽ, വളരെ ചെറിയ ഏജിൽ, ടീനേജിലോ മറ്റും കിട്ടുന്ന ഫെയിം അല്ലെങ്കിൽ പ്രശസ്തി ഉപയോഗിക്കാൻ വേണ്ടവണ്ണം അറിയില്ല. ആ ഫെയിമിൽ കുറെ കാശും കൂടെ കിട്ടുമ്പോൾ, കുറെ സെലിബ്രിറ്റീസിന്റെ സമ്പർക്കത്തിൽ വരുമ്പോൾ, താനും ഒരു സെലിബ്രിറ്റിയായി മാറുമ്പോൾ പലപ്പോഴും ജീവിതം കൈവിട്ടു പോകുന്നു. ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് എപ്പോഴും ഒരു സെലിബ്രിറ്റിക്ക് ആവശ്യമുണ്ട്. അതല്ലെങ്കിൽ അവർ അവരുടെ ഗെയിമിൽ നിന്ന് ഔട്ടാവും എന്നാണ് സ്ഥിതി. വിന്നിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഒരു വിജയം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. ഒരു വിജയത്തിന് ശേഷം കണ്ടിന്യൂസ് തോൽവി വന്നാൽ നിങ്ങൾ ഫീൽഡ് ഔട്ട് ആവും. എസ്പെഷ്യലി ക്രിയേറ്റീവ്, സ്പോർട്സ് തുടങ്ങിയ ഫീൽഡുകളിൽ ഇതാണ് അവസ്ഥ. ഞാനിപ്പോ പറയാൻ കാരണം എന്ന് പറയുന്നത് വിനോദ് കാംബ്ലിയുടെ ഒരു വീഡിയോ കണ്ടതാണ്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. ഈ വീഡിയോയിൽ വിനോദ് കാംബ്ലെ ആണെന്ന് തോന്നുന്നു. അത് മുഖം അതുപോലെ തന്നെയാണ്, പക്ഷേ കുറച്ച് ഏജ്ഡാണ്. ഇപ്പോൾ 52 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വ്യക്തിയാണെന്ന് ഓർക്കണം. ഈ വീഡിയോയിൽ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് ഒരു 70, 75, 80 വയസ്സെങ്കിലും കാണുമെന്നാണ്. നമുക്കായിട്ട് കമ്പയർ ചെയ്ത് ഒരു സാധാരണ വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സാധാരണ ഒരു 75, 80 വയസ്സുള്ള ഒരു വ്യക്തിയെ പോലെയാണ് അദ്ദേഹത്തിന്റെ ഫിസിക്കും ഫേസും മറ്റും. ആകെ നരച്ച് മുടിയെല്ലാം പോയി. മുടി അല്ലെങ്കിലും അദ്ദേഹത്തിന് കുറവായിരുന്നു. മുമ്പ് തന്നെ തല മൊട്ടയടിച്ച കണ്ടീഷനിലായിരുന്നു. അപ്പോൾ വിനോദ് കാംബ്ലെ പോലെ തന്നെ ഇരിക്കുന്നു. ഇത് വെരിഫൈഡ് വീഡിയോ അല്ല എന്ന് കൂടെ പറയട്ടെ. വിനോദ് കാംബ്ലെ ആണ് എന്നാണ് നമ്മൾ കരുതുന്നത്. ആ കാതിലെ കടുക്കൻ എന്ന് ശ്രദ്ധിക്കുക. ഈ കടുക്കൻ അദ്ദേഹത്തിന് പണ്ട് മുതലേ ഉള്ളതാണ്. ആ കടുക്കനും മുഖത്തിന്റെ ഷേപ്പും മുഖവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് വിനോദ് കാംബ്ലെ തന്നെയാണ്. അദ്ദേഹം നടക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ്. വെള്ളമടിച്ചിട്ടാണോ അതോ എന്തെങ്കിലും മുമ്പ് അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് പറ്റിയിരുന്നു, അതിന്റെ ഫലമായിട്ടുണ്ടായ പ്രശ്നമാണോ എന്നറിയില്ല. എന്തായാലും നടക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ്. മിക്കവാറും മദ്യപിച്ചിട്ടാവാനാണ് സാധ്യത. കാരണം അദ്ദേഹം ഭയങ്കര വലിയ മദ്യപാനിയായി മാറിയിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ആൻഡ്രിയ ഹ്യൂവിറ്റ് പോലീസിൽ കേസും കൊടുത്തിരുന്നു. മദ്യപിച്ചു വന്ന് അവരെ മർദ്ദിച്ചതിന്. അവർക്ക് നേരെ ഫ്രൈയിങ് പാൻ എടുത്ത് എറിഞ്ഞു. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായി. അവർ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അതിനുശേഷമാണ് അവർ പോലീസിൽ കേസ് കൊടുത്തത്, പരാതി കൊടുത്തത്. അപ്പോ വിനോദ് കാംബ്ലെയുടെ കാര്യം പറയുകയാണെങ്കിൽ, വിനോദ് കാംബ്ലെയും സച്ചിൻ ടെണ്ടുൽക്കറും ഒരേ സമയം ക്രിക്കറ്റിലേക്ക് വന്നവരാണ്. സ്കൂൾ ടൈമിലെ ബാറ്റിംഗിന്റെ റെക്കോർഡ് അവരുടെ പേരിലാണ്. 664 റൺസാണ് രണ്ടുപേരും ചേർന്ന് അടിച്ചു കൂട്ടിയത്. അതിൽ 349 റൺസ് വിനോദ് കാംബ്ലെയുടെ പേരിലാണ്. ശാരദാശ്രം വിദ്യാമന്ദിർ സ്കൂളില് ക്രിക്കറ്റ് കളിച്ചപ്പോഴാണ് സ്കൂൾ ലെവൽ ക്രിക്കറ്റ് കോമ്പറ്റീഷനിലെ വേൾഡ് ലെവലിൽ ഏറ്റവും ഹയസ്റ്റ് സ്കോറാണ് അവർ രണ്ടുപേരും ചേർന്ന് നേടിയത്. അതും കൂടെ ആലോചിക്കണം. അതിനുശേഷം രണ്ടുപേരും ക്രിക്കറ്റിലേക്ക് വന്നു. ചിലരൊക്കെ പറയുന്നത്, അറ്റ്ലീസ്റ്റ് 50% ആൾക്കാർ പറയുന്നത് വിനോദ് കാംബ്ലെക്കാണ് സച്ചിനേക്കാൾ ടാലന്റ് കൂടുതലെന്നാണ്. 50% പറയുന്നത് സച്ചിനാണ് ടാലന്റ് എന്ന്. രണ്ടുപേരും ടാലന്റഡ് തന്നെയായിരുന്നു. രണ്ടുപേർക്കും ചില വീക്ക് പോയിന്റ്സ് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി നമുക്ക് പറയാം. അപ്പോ രണ്ടുപേരും ടാലന്റ് ആയിരുന്നു. പക്ഷേ ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലന്റ് വെൻ ടാലന്റ് ഈസ് നോട്ട് വർക്കിംഗ് ഹാർഡ് എന്ന് പറയും. ഹാർഡ് വർക്ക് ടാലന്റിനെ തോൽപ്പിക്കും. ടാലന്റ് ഒരു പണിയും ചെയ്യാതെ വെറുതെ കുത്തിയിരുന്ന് തിന്നാനിരിക്കുകയാണെങ്കിൽ. കാരണം ഹാർഡ് വർക്ക് പുട്ടപ്പ് ചെയ്യേണ്ട ആവശ്യമാണ്. നിങ്ങൾ വർക്ക് ചെയ്യണം. നിങ്ങൾക്ക് ടാലന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് മൂലയ്ക്ക് ഇരുന്നാൽ നിങ്ങളെ ആരും വിളിച്ചു കൊണ്ടുപോയി പ്രശസ്തിയിൽ എത്തിക്കത്തില്ല. നിങ്ങളുടെ കഴിവ് വേണ്ട രീതിയിൽ പ്രയോഗിക്കപ്പെടുകയുമില്ല. അപ്പോ സച്ചിൻ ടെണ്ടുൽക്കറിനുള്ളത് പോലെ ബാറ്റിംഗ് വീക്ക്നെസ് കാംബ്ലിക്കും ഉണ്ടായിരുന്നു. എതിരാളികൾ അത് മനസ്സിലാക്കി അയാളെ ഔട്ടാക്കാൻ തുടങ്ങി. അതോടുകൂടിയാണ് കാംബ്ലിയുടെ കഷ്ടകാലം ആരംഭിച്ചത്. അതോടുകൂടി എന്നാൽ അതേസമയം കാംബ്ലി ആ മിസ്റ്റേക്കിനെ, തനിക്കുണ്ടായ ആ ന്യൂനതയെ കറക്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഒരിക്കലും നടത്തിയില്ല. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, കാംബ്ലിയുടെ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ അയാൾക്ക് ഡിസ്ട്രാക്ഷൻസ് കൂടിപ്പോയി. മറ്റ് മേഖലകളിലേക്കും ഇടയ്ക്ക് തിരിഞ്ഞു എന്നുള്ളതാണ്. ഇടയ്ക്ക് ബോളിവുഡിൽ അഭിനയിക്കാൻ പോയി, കന്നഡ സിനിമയിൽ അഭിനയിക്കാൻ പോയി, സീരിയലിൽ അഭിനയിക്കാൻ പോയി. അങ്ങനെ പല പല പരിപാടികൾ അദ്ദേഹം ചെയ്തു. 23-ാമത്തെ വയസ്സിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ. 23-ാമത്തെ വയസ്സിൽ ആൾക്കാർ ക്രിക്കറ്റിലേക്ക് വരുന്ന സമയമാണ്. പലരും ക്രിക്കറ്റിൽ വന്നത് 23, 24, 25 വയസ്സിലൊക്കെയാണ്. അതേസമയം 23-ാമത്തെ വയസ്സിൽ അയാൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തു. 28-ാമത്തെ വയസ്സിൽ വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും റിട്ടയർ ചെയ്യേണ്ടി വന്നു കാംബ്ലിക്ക്. കാംബ്ലി എന്ന പേര് കേൾക്കുമ്പോൾ, വിനോദ് കാംബ്ലെ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്ന മുഖം എന്നത് 96 വേൾഡ് കപ്പിൽ ബാറ്റിംഗ് പകുതി വഴി നിർത്തി മടങ്ങി കരഞ്ഞുകൊണ്ട് പോകുന്ന കാംബ്ലിയാണ്. അന്ന് ക്രൗഡിന്റെ ഇന്റർഫിയറൻസ് കാണും. ക്രൗഡ് ബോർഡിൽ മറ്റും എറിഞ്ഞ് ശ്രീലങ്കൻ കളിക്കാരെ തടസ്സപ്പെടുത്തി അങ്ങനെ കളി പകുതി വഴിക്ക് വെച്ച് നിർത്തി ശ്രീലങ്കയെ വിജയിയായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലായിരുന്നു ആ കളി നടന്നത്. അന്ന് വികാരാധീനനായി കരഞ്ഞുകൊണ്ട് പോകുന്ന വിനോദ് കാംബ്ലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതായത് അദ്ദേഹം ഒരു സെൻസിറ്റീവ് വ്യക്തിയായിരുന്നു. തന്റെ കളി ഡൗൺ ആയി, അയാൾക്ക് അതിന് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രാക്റ്റഡ് ആയി, മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിച്ച കാരണം
അദ്ദേഹത്തിന്റെ കളിയിലുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞതായിരിക്കാം. എന്തായാലും കളി ഇംപ്രൂവ് ആയില്ല. അതോടൊപ്പം കളിയിൽ നിന്ന് തഴയപ്പെട്ടപ്പോൾ ഡിപ്രഷനും കൂടെ വന്നു. ഡിപ്രഷൻ അഥവാ വിഷാദരോഗത്തിന് ഇപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഇനി അതും മുടങ്ങി കാണും. വെള്ളമടിച്ച് മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധ ഉണ്ടാവില്ല. ആൻജിയോപ്ലാസ്റ്റിയും 2 തവണ ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫുൾ കുളമായ ലൈഫാണ് വിനോദ് കാംബ്ലിയുടേത്. കഴിഞ്ഞ ഒരു ദശകത്തിലധികമായി. 2011 തോന്നുന്നു അദ്ദേഹം റിട്ടയർ ചെയ്തത്. അതിനുശേഷം ചില ചാനലുകളിൽ കമന്റേറ്ററായി പോയി. മഹാരാഷ്ട്ര ക്രിക്കറ്റിൽ കുറച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കോ മറ്റോ കോച്ചായിട്ട് പോയി. അങ്ങനെ പല പല ജോലികൾ ചെയ്തു. പക്ഷെ ഒന്നിലും അദ്ദേഹത്തിന് മനസ്സുറപ്പിക്കാൻ കഴിഞ്ഞില്ല, ഒന്നിലും ശോഭിക്കാനും കഴിഞ്ഞില്ല. എവിടെ എത്തേണ്ട മനുഷ്യനാണ്. ശ്രദ്ധയില്ലായ്മ, കളിയോടുള്ള ആത്മാർത്ഥതയില്ലായ്മ, ഇതെല്ലാം കാരണം ടാലന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കളിയിൽ നിന്ന് പുറത്തായി. ഒരാൾക്ക് കണ്ടിന്യൂസ്ലി ഒരു ഫീൽഡിൽ നിൽക്കണമെങ്കിൽ, കോൺസ്റ്റന്റ്ലി അയാൾക്ക് വിജയിക്കണമെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് ആവശ്യമാണ്, കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആവശ്യമാണ്, ഫോക്കസ് ആവശ്യമാണ്. ഈ 3 കാര്യങ്ങളും വിനോദ് കാംബ്ലിക്ക് ഇല്ലായിരുന്നു. അതേ കാര്യങ്ങൾ തന്നെയാണ് സച്ചിൻ ടെണ്ടുൽക്കറെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അതല്ലെങ്കിൽ വിനോദ് കാംബ്ലിയേക്കാൾ ഒരു പടി മുകളിൽ സച്ചിൻ ടെണ്ടുൽക്കറെ നിർത്തുന്നത്. അദ്ദേഹം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റ് ഡിസ്ട്രാക്ഷൻസിൽ ഒന്നും പോയില്ല. അദ്ദേഹം പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, കാശുണ്ടാക്കിയിട്ടുണ്ട്, സെലിബ്രിറ്റിയായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഫോക്കസ് എപ്പോഴും ക്രിക്കറ്റ് ആയിരുന്നു. ക്രിക്കറ്റ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ ഫ്ലോസ് എതിരാളികൾക്ക് മനസ്സിലായപ്പോൾ അതിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള വഴി അദ്ദേഹം കണ്ടെത്തി. അതേസമയം വിനോദ് കാംബ്ലി ആ സൈഡിലേക്ക് നോക്കിയില്ല. ഒരുത്തിനും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊരു തെറ്റിദ്ധാരണയിൽ മുന്നോട്ട് പോയി. കളിയാകെ കുളമായി. ടീമിൽ നിന്ന് പുറത്ത് അദ്ദേഹം റിട്ടയർ ആയില്ലായിരുന്നെങ്കിൽ ടീമിൽ നിന്ന് പുറത്താക്കിയ ആ സ്ഥിതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ആ സമയത്തേക്ക്. അപ്പോൾ വിനോദ് കാംബ്ലി ഒരു തികഞ്ഞ പരാജയമാണ്. ഒരു ക്രിക്കറ്റർ എങ്ങനെ ആകരുത് എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് വിനോദ് കാംബ്ലി. ഇപ്പോൾ ആൾക്കാർ പറയുന്നത് വിനോദ് കാംബ്ലിയെ സഹായിക്കാൻ വേണ്ടി സച്ചിൻ ടെണ്ടുൽക്കർ മുന്നിലേക്ക് വരണം, സച്ചിൻ ടെണ്ടുൽക്കർ സഹായിക്കണമെന്നൊക്കെയാണ്. ഇടയ്ക്കൊരിക്കൽ സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തെ സഹായിച്ചിരുന്നു. എത്രയെന്ന് വെച്ചാണ് ഒരാളെ സഹായിക്കുന്നത്? അയാളുടെ സ്വന്തം ലൈഫല്ലേ, അയാൾ ജീവിക്കണ്ടേ? അയാളെ കൂടെ കാശ് കൊടുത്ത് സഹായിക്കുന്നത് യഥാർത്ഥത്തിൽ ഉപദ്രവമാണ്, ഉപകാരമല്ല. അത് ആക്ച്വലി അയാളെ കൂടുതൽ നശിപ്പിക്കുന്നതിന് കാരണമാകും. ഫ്രീ ആയിട്ട് കാശ് കിട്ടുമ്പോൾ ആ കാശിന്റെ വാല്യൂ അറിയാൻ പറ്റില്ല. സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കുമ്പോഴേ പണത്തിന്റെ വാല്യൂ ഒരു വ്യക്തിക്ക് മനസ്സിലാവുകയുള്ളൂ. അതും വിനോദ് കാംബ്ലിയെ പോലെ ഒരു വ്യക്തിക്ക് ഫെയിമിന്റെ ഉച്ചസ്ഥായിയിൽ നിന്നിട്ട് താഴേക്ക് വീണ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം കഴിയുന്നത് BCCI കൊടുക്കുന്ന 30,000 രൂപ പെൻഷനിലാണ്. അതും ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു BCCI വേണ്ട രീതിയിൽ അയാളെ ശ്രദ്ധിക്കണം, വേണ്ട രീതിയിൽ സഹായിക്കണം എന്നൊക്കെ കുറെ കമന്റുകൾ കണ്ടു. BCCI എന്തിന് സഹായിക്കണം, എത്ര സഹായിക്കണം? 30,000 രൂപ പെൻഷൻ കൊടുക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം BCCI ഒരു ഓട്ടോണമസ് ബോഡിയാണ്, ഒരു പ്രൈവറ്റ് ബോഡിയാണ്. അവർക്ക് ഇവിടെ ഒന്നും ഉത്തരവാദിത്വം എടുക്കേണ്ട കാര്യമില്ല. ഇവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇവർ ലൈംലൈറ്റിലായിരിക്കുമ്പോൾ, ഇവർ ഫെയിം ഉണ്ടായിരിക്കുമ്പോൾ ഇവർക്ക് വേണ്ട രീതിയിൽ സമ്പാദിക്കാനുള്ള അവസരങ്ങളുണ്ട്. ആ സമയം ഇവരിൽ നിന്ന് കുറച്ച് പെർസെന്റേജ് BCCI എടുക്കുന്നു. പക്ഷെ BCCI ആണ് ഇവർക്ക് ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നത്. ആ ഫെയിമിലേക്ക് ഇവർ എത്തിക്കുന്ന BCCI അല്ലേ? അപ്പോൾ BCCI എന്തിന് ഇങ്ങനെ കളി മറന്ന് ജീവിതം മറന്ന് നടക്കുന്ന ഒരാളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം? അതല്ലെങ്കിൽ ഓക്കെ, അയാൾ നോർമൽ കണ്ടീഷനിലാണ്, അയാൾ ഇങ്ങനെ മദ്യപാനിയല്ല, അയാൾക്ക് ജീവിക്കാൻ മറ്റു വകയില്ല എങ്കിൽ BCCIയുടെ തന്നെ കമന്റേറ്റർ പാനലിലോ മറ്റു പാനലിലോ ചേരാവുന്നതേ ഉള്ളൂ. അതിന് അയാൾ ഒന്ന് നോർമൽ കണ്ടീഷൻ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം വിഷാദ രോഗിയാണ് എന്നതാണ്. ഡിപ്രഷനിലായിട്ടുള്ള ഒരാൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള കെയർ ആവശ്യമുണ്ട്, ഒരു പാർട്ട്ണർ ആവശ്യമുണ്ട്. അയാൾ കെയർ ചെയ്താൽ മാത്രമേ അയാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരാൾ വിനോദ് കാംബ്ലിയുടെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ ഇത് വിനോദ് കാംബ്ലി ആണെങ്കിലും അല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇദ്ദേഹത്തിന്റെ ജീവിതം ആകെ മുരടിയ അവസ്ഥയിലാണ്. ഏകദേശം വിനോദ് കാംബ്ലി തന്നെ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് വിനോദ് കാംബ്ലി അല്ലാതെ വേറെ ആരാവും ആവാൻ സാധ്യതയില്ല. ആ കണ്ടീഷനിലാണ്. 52 വയസ്സ് മാത്രം പ്രായമുള്ള സച്ചിൻ ടെണ്ടുൽക്കറുടെ ക്ലാസ്മേറ്റ് ആയ ഒരു വ്യക്തി എവിടെ ആണ് ഇപ്പോഴെന്ന് ചിന്തിച്ചു നോക്കൂ. സച്ചിൻ എവിടെ, വിനോദ് കാംബ്ലി എവിടെ? അതായത് നിങ്ങളുടെ തെറ്റായ തീരുമാനങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യബോധമില്ലായ്മ, നിങ്ങളുടെ മടി, ഇതെല്ലാം നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. എത്ര വലിയ ഫെയിമിലിരുന്നാലും, എത്ര വലിയ സെലിബ്രിറ്റി ആയാലും നിങ്ങൾക്ക് ലൈഫിൽ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കട്ടപ്പുകയാണ്. അത് യാതൊരു സംശയമില്ല. വിജയം ആഘോഷിക്കാനും വിജയം അതിന്റെ രീതിയിൽ വാല്യൂ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, നിങ്ങൾ അത് പഠിക്കുക തന്നെ വേണം. അതിന് വേണ്ട ഗൈഡൻസ് നേടുക തന്നെ വേണം. അതല്ലെങ്കിൽ തെറ്റായ മാർഗത്തിലേക്ക് നിങ്ങൾ പോവും. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ പതറും. നിങ്ങൾ ഒന്നുമില്ലാത്തവനായി തീരും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് വിനോദ് കാംബ്ലിയും വിനോദ് കാംബ്ലിയുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയും.